evergreen cooking diary എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി പീനട്ട് മസാലയാണ്. നമുക്ക് വീട്ടിലൊക്കെ ഏറ്റവും എളുപ്പത്തിലും രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണ് പീനട്ട് മസാല. അത് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും രുചികരമായിട്ടും എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം അതിനു വേണ്ടി കടല ഒന്ന് വറുത്തെടുക്കാം. ഉരുളി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. കടലെല്ലാം ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. കടല കരിഞ്ഞു പോകാതെ നല്ലപോലെ വറുത്തെടുക്കണം. തൊലിയെല്ലാം പെട്ടെന്ന് പോകാനും അതേപോലെ കടല നല്ല ക്രിസ്പിയായി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്ത കടലയിൽ പീനട്ട് മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. കടല നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി ഇതിൻ്റെ തൊലിയെല്ലാം കളയാം. കടല ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ചൂടല്പം ആറിയാലേ ഇതിൻ്റെ തൊലി കളയാൻ കിട്ടുള്ളൂ. നമ്മൾ കളഞ്ഞാൽ മുഴുവൻ പോകുമെന്നറിയില്ല. മെഷീനിൽ പോണതുപോലെ പോകണമെന്നില്ല. എങ്കിലും പരമാവധി തൊലി കളഞ്ഞെടുക്കാം. ഒരു വിധമൊക്കെ പോയിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള തൊലി പോകുന്നില്ല. കുറച്ചെണ്ണത്തിലൊക്കെ എന്തായാലും തൊലി ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് പോലെ ഒന്നിൽ പോലും തൊലിയില്ലാതെ ഫുൾ വൈറ്റായിട്ട് കിട്ടില്ല. അതൊക്കെ മെഷീൻ വെച്ചിട്ട് ചെയ്യണതുകൊണ്ട് അങ്ങനെ പോവായിരിക്കും. പിന്നെ കുറച്ചൊക്കെ തൊലിയുള്ളത് നല്ലതാണ്. തൊലിയിലാണ് വിറ്റാമിൻ. തൊലി കളയാൻ പാടില്ല എന്നാണ് പറയുക. പിന്നെ ഈ റെസിപ്പിക്ക് ആവശ്യം തൊലിയില്ലാത്ത കടലയായതുകൊണ്ട് നമ്മളങ്ങനെ കളയണമെന്നേ ഉള്ളൂ. നിലക്കടലിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പീനട്ട് മസാലയ്ക്ക് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാനുണ്ട്. സബോള, തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, ക്യാബേജ്, ചെറുനാരങ്ങ, കുക്കുംബർ, കുറച്ച് ലീഫ്, അങ്ങനെയായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇത് വേഗം കട്ട് ചെയ്തെടുക്കാം. അടുത്ത് കുക്കുംബറൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്യാം. കുക്കുംബറിൻ്റെ നടുവിലുള്ള ഈ അരി കളഞ്ഞിട്ടാണ് ബാക്കിയുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. പച്ചമുളകിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം വേണം പീനട്ട് മസാലയിൽ നമ്മൾ പച്ചമുളക് ചേർക്കാനായിട്ട്. കുരുവോടുകൂടി ചേർത്തിയാൽ വല്ലാത്ത എരിവായി പോകും. കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തെടുക്കാം.
പീനട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് മിക്സ് ചെയ്യണ പരിപാടിയാണ്. ആദ്യം സബോള, പൊടിയായി അരിഞ്ഞു വെച്ച തക്കാളി, ക്യാബേജ് കട്ട് ചെയ്തത്, ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക്, ക്യാപ്സിക്കം, കുക്കുംബർ, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി. നമ്മൾ ചേർക്കുന്നത് ബ്ലാക്ക് സാൾട്ടാണ്. കുറച്ച് ബ്ലാക്ക് സാൾട്ട് ചേർക്കാം. വെജിറ്റബിളും പൊടികളെല്ലാം ചേർത്തു. തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. പീനട്ട് മസാലയ്ക്കുള്ള വെജിറ്റബിള്, പൊടികൾ, കടല എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കാം. വെജിറ്റബിൾ എല്ലാം ചേർന്നപ്പോൾ നല്ല കളർഫുള്ളായി. പീനട്ട് മസാല എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് മല്ലിയില, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. പീനട്ട് മസാല ഒന്ന് ടേസ്റ്റ് നോക്കാം. നമ്മുടെ പീനട്ട് മസാല പിന്നെ പുളി, എരിവ്, ഉപ്പ് എല്ലാം കൂടി ഒരു വല്ലാത്ത ടേസ്റ്റ് അല്ലേ. ബ്ലാക്ക് സോൾട്ടിൻ്റെ ഫ്ലേവർ എടുത്തറിയിക്കുന്നുണ്ട്. അതുപോലെ പുളിയും എല്ലാം കൂടെ മിക്സ് ആയപ്പോൾ വേറെ ലെവൽ ടേസ്റ്റുള്ള ഐറ്റം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കഴിക്കണം അല്ലേ. വീട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. കടല ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റം വെച്ചിട്ട് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് നാരങ്ങ പിഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു ബോംബെ മിക്സറിൻ്റെ ഫ്ലേവർ അല്ലേ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബോംബെ മിക്സറിൽ ഈ ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കുക. അതിൻ്റെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പീനട്ട് മസാല നല്ല സൂപ്പറായി ഉണ്ടാക്കിയെടുത്തു. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.